അച്ചൂട്ടൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഇത്. ആൾക്ക് കുറേ ദിവസങ്ങളായിട്ട് കണ്ണിന് നല്ല ഇച്ചിങ്. ആ ഒരു ഇച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്ന നമുക്കും സഹിക്കില്ല, അവനും അതുപോലെ തന്നെ. ദേഷ്യമാണോ അവന്, സങ്കടമാണോ അവൻ ആ സമയത്ത് ഉണ്ടാവുന്നതെന്ന് എനിക്കും അറിയില്ല, അവനും അറിയില്ല. അത്ര ഭീകരമാണ് കേട്ടോ അവൻ്റെ ആ ഒരു അവസ്ഥ. അപ്പം മുന്നേ ഇവൻ ഇതുപോലെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. അലർജിയാണ് അവൻ്റെ മെയിൻ പ്രശ്നം. പൊടിയൊന്നും വഴിയേ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ അവനെ മാറി മാറി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകുന്നില്ല. കണ്ണിൽ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചൈതന്യ ഹോസ്പിറ്റലാട്ടോ, കോട്ടയം അടിച്ചിറയിലുള്ള ചൈതന്യ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവന് ആ ഒരു 1.5 മാസത്തേക്ക് അവർ മരുന്ന് തന്നായിരുന്നു. അതിൽ 2 ദിവസം നമ്മൾ ഒഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അവന്. അപ്പോൾ ഇപ്രാവശ്യം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ അവനെ അവിടെ തന്നെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പൊന്നൂസിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ഏട്ടനും കൂടി നേരെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു അലർജിയാണ്, വേറൊന്നും അല്ല. അപ്പോൾ 2 മാസത്തേക്കുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട് കേട്ടോ. 2 തുള്ളി മരുന്നും ഒരു കണ്ണിൽ എഴുതിക്കാനുള്ള ഓയിൽമെൻറ്റും. ആ ഓയിൽമെൻറ്റ് രാത്രിയിൽ കിടക്കാൻ നേരത്തിട്ട് എഴുതാനാണ്. അപ്പോൾ ഇത് 3 മരുന്ന് നമുക്ക് 2 മാസമാണ് തന്നേക്കുന്നത്. 2 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾ പോയിട്ട് വന്ന് ക്ഷീണിച്ച്, നല്ല വെയിലായിരുന്നു, നമ്മൾ ബൈക്കിനാണ് പോയതും. അപ്പോൾ ആ ഒരു വെയിൽ കൊണ്ടതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് TV ഒക്കെ കാണുകയാണ് കേട്ടോ. ഞാൻ ചോദിക്കുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം മാറുമെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് ഒരു പായസക്കട കണ്ടപ്പം എൻ്റെ ഏട്ടന് പായസം കഴിക്കാൻ ഭയങ്കര മോഹം. കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് പായസം ഉണ്ടാക്കണം എന്ന്. അപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പാലടയും ഈ അടയും കൂടി ആയിട്ട് ബോളിയും കൂടി ആയിട്ട് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കൊതി തോന്നി വാങ്ങിയതാട്ടോ. ബോളി തീരെ നൈസായിരുന്നു. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ പാലട പായസം സൂപ്പർ പായസമായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ആ സമയത്ത് തന്നെ കൊതി തോന്നി അങ്ങ് കഴിച്ചു. ഏട്ടനൊക്കെ പൊന്നൂസ് വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. പൊന്നൂസ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മക്കളും കൂടി ഇരുന്ന് കഴിച്ചു. ഞാൻ എൻ്റെ പങ്ക് അപ്പം തന്നെ കഴിച്ചു കേട്ടോ. അടിപൊളി സൂപ്പറായിരുന്നു.